നിനക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയാ? നല്ല സ്ഥലമല്ലേ? അങ്ങനല്ല ചോദിച്ചേ. എടാ ഞാനിപ്പോ ഇടയ്ക്ക് വരുന്നില്ലേ, അപ്പോ നീ പറയണ്ടേ ഇവിടുത്തെ? അങ്ങനല്ല ചോദിച്ചത്. പിന്നെ എടാ ഞാനിപ്പോ ഇടയ്ക്ക് വരുന്ന സമയത്താണേലും ഈ സ്ഥലം കാണുമ്പോഴേ ഇപ്പൊ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ നോക്കുന്ന സമയത്ത് നോക്കുമ്പോ അടിപൊളി. ഇപ്പൊ ഡെയിലി കാണുന്നത് ഇപ്പൊ ഞാനല്ലല്ലോ, നീ അല്ലേ കാണുന്നേ. അപ്പൊ നിനക്ക് എന്തോ തോന്നിട്ടുള്ളത്? നല്ല റിസോർട്ട് തോന്നിയിട്ടുണ്ട് ഡെയിലി കാണുമ്പോഴോ? ഡെയിലി എങ്ങനെ നിൽക്കുന്ന അത്രയ്ക്ക് നല്ല രസമായിട്ട് തോന്നാനുള്ള കാരണം എന്ത്? ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇറങ്ങുന്നത്. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ്? പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇറക്കലാണ്. അത് കൈ മാറ്റിട്ടൊന്ന് പറഞ്ഞ്. അതൊന്നും കൈ പറ്റിയാൻ പറഞ്ഞിട്ട്. കൈ പറ്റിട്ട് പറയതേ ഇല്ല. എടാ കൈ പറ്റിട്ട് പറ. എടാ കൈ പറ്റിട്ട് പറടേ. പച്ച പച്ച പോയെ. നാളെ പോയിട്ട് മുടി വെട്ടണം. ഇതിനകത്ത് അവിടെ മുടി നീ വെട്ടാവുള്ളേ? ഓ ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഫോട്ടോ ഒക്കെ കാണണം. ഇവരിലെ ഗ്രാവിറ്റി പിടിച്ചിരിക്കുന്ന പോലത്തെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും ചെയ്യും. സത്യമാന്നേ, ഗ്രാവിറ്റി പിടിച്ച് പോലിരിക്കുന്ന കുറെ ഫോട്ടോസ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അതിനൊന്നും ആൾക്കാരൊന്നും ഒരു കുഴപ്പമില്ല. ഇൻസ്റ്റാഗ്രാമില് നിന്റെ ഇൻസ്റ്റ ആരണ്ട് ഹാക്ക് ചെയ്യുന്നതല്ലേ നീ പറഞ്ഞത്? ആരടാ ഹാക്ക് ചെയ്ത്? എങ്ങനെയോ പോയത്? നിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആരാ ഹാക്ക് ചെയ്ത്? നീ തന്നെ എല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്. ഇവന്റെ ഇൻസ്റ്റാഗ്രാം ആരാ ഹാക്ക്? പിന്നെ മെയിൽ ഐ ഡി പോയി. മെയിൽ ഐ ഡി എങ്ങനെയോ പോയി. നിന്നോട് കാര്യം ചോദിക്കണം. അത് നിന്റെ ഫസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനല്ല ചോദിച്ചേ, നീ ആദ്യമായിട്ട് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സൈറ്റിൽ പോയുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. നിനക്കും അറിയത്തില്ലേ? അങ്ങനല്ല ചോദിച്ചേ, അങ്ങനല്ലേ. ഇപ്പൊ എന്നെ കുറിച്ച് ചോദിക്കുക വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന പോലെ ഉണ്ടായിരുന്നു, അല്ല ഇങ്ങനെ സംഭവമായിരുന്നു, എനിക്ക് ആദ്യമായിട്ട് കണ്ടെന്നൊക്കെ വേണേ പറയാം. അപ്പൊ നിനക്ക് ചോദിക്കുമ്പോ എങ്ങനെയായിരിക്കും പറയുന്നത്? എന്തോ പറയണ്ടേ? എന്തോ ഒരു ആദ്യകാലം എന്തോ ഒരു പുതിയ സാധനം കാണുന്ന പോലെ എനിക്കെന്തോ ഒന്നും പറയാൻ പറ്റത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആദ്യകാലത്ത് സൂര്യനെ കണ്ടെന്നോ? സൂര്യനെ കണ്ടെന്നല്ലടാ, എന്നെ ഫസ്റ്റ് കാണുമല്ലോടാ. സിനിമ ഷൂട്ടിങ് ഫസ്റ്റ് കാണുമല്ലോ, എന്തോ പോലെ ഒരു സത്യം. ഇത് വേറൊരു സംഭവം പറയാം. ഇവര് ജാനും കൂടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് സംഭവത്തിന് പോയി. ആ പോയ സമയത്ത് ഞങ്ങൾ കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ട് സെറ്റായിട്ട് അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ അവിടെ ഈ വണ്ടി അല്ലേ, ജീപ്പല്ല ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരാണ്. കാരണം ഒരു വനത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം അപ്പോൾ അവരിങ്ങനെ വന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്നപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനും ഇവനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുക, ഐ മീൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജീപ്പ് ഓടിക്കുന്ന അണ്ണന്മാർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ സിനിമയിലുള്ള വലിയ ആൾക്കാരാ, അവരെ ആഗ്രഹമായിട്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനത്തെ സമയത്ത് ഞങ്ങളത് കേട്ടു. ഞങ്ങളങ്ങോട്ട് നടക്കുന്ന സമയത്ത് തന്നെ അത് സംഭവം കേട്ടു. അവര് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, എനിക്ക് എന്തോ മോനെ നിങ്ങൾ എന്താ ഷൂട്ടിങ്ങിന്റെ വന്നില്ലയോ, അത് എങ്ങനെ ഏതാണ്ടൊക്കെ വലിയ രീതിയിലൊക്കെ ചോദിച്ചു. ഞങ്ങൾ വലിയ സെലിബ്രിറ്റീസ് അല്ലയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ ഇരിക്കുന്ന കിഴങ്ങൻ ഇവൻ അവരുടെ ഫ്രണ്ട് വെച്ച് പറഞ്ഞു തരിക, അണ്ണാ ഞങ്ങൾ അവിടെ കോന്നില്ല, അവിടെ തൊട്ടടുത്തുള്ള അണ്ണാ, ഞങ്ങൾ അധികം ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള വേറെ സംഭവം എന്താ വരുന്നത്? ഏതാ? ഇവൻ ഡാൻസ് കളിക്കുന്ന സാധനമുണ്ട്.
സത്യം പറഞ്ഞ ഞങ്ങള് ഹാത്തി വേരി സാത്തി, അതായത് തമിഴിൽ എന്തുവായിരുന്നു, കാടൻ അല്ലേ, തമിഴ് കാടന്, തെലുങ്കിലും കാടന്, ഹിന്ദി മാത്രം ഹാത്തി മേരി സാത്തി എന്ന് പറഞ്ഞ ഒരു പടത്തില് ഒരു ഓർക്കാപ്പുറത്തിരിക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു ഇത് കിട്ടിയത്. അതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇതുപോലെ. അപ്പം അന്ന് ഞങ്ങൾ പോയ സമയത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇതിൽ ഞങ്ങൾ ഇറക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ എങ്കിൽ ആ സ്പോട്ടിൽ ഞങ്ങളുടെ കൂടെ നിന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ഇത്രയായിട്ട് കോമഡി ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് ഇവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള അല്ലേ? സത്യം പറയട്ടെ, ഈ വീഡിയോ ഞാനിപ്പോ ഓണാക്കിയതിന് ശേഷം തൊട്ടാണ് ഇവൻ ഇന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് മുമ്പ് വരെ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല, ഒരു എന്താ പറയുന്നത്, ജില്ലെന്ന് പറഞ്ഞതിന്റെ കൂട്ട് തന്നെ അതിന്റെ വീഡിയോ അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇവന്റെ പെട്ടെന്ന് ഇവന്റെ ആ ഒരു മൈൻഡ് മാറി. ക്യാമറ മട്ട് ഓണായിട്ട് ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റാത്തവനൊക്കെ എങ്ങനെ ഷോർട്ട് ഫിലിമും അല്ലെങ്കിൽ എങ്ങനെ ഈ ഉത്സവമല്ലോ സിനിമയിലെ സംഭവത്തിൻ്റെ ഒക്കെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുന്നത്. നമ്മ റെയിൽവേ സ്റ്റേഷനില് ഇത്ര നാളിനിടയിലുള്ള എന്നെ കുറിച്ച് ഇതിനൊക്കെ എന്താ പറയാനുള്ളേ? നീ വളരെ നല്ല പയ്യനാണ്. സൽസലല്ലേ? എടാ പറടാ എന്നെ കുറിച്ച് എന്ത് വളരെ നല്ല പയ്യനാണ്. അല്ല അങ്ങനല്ല, അതിപ്പോ എല്ലാരും പറയല്ലോ എന്നെ കുറിച്ച് ഞാൻ വളരെ നല്ല പയ്യനാണ്. അങ്ങനല്ല വേണ്ട, എന്നെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ പറഞ്ഞു. ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. നീ നല്ല ഇറക്കനാ, മൂഡ് പോയി. അതോ നിന്റെ മൂഡ് പോകാൻ കിടന്നാ കൊള്ളാന്നുണ്ട്. എന്ത് കിടക്കാൻ കൊള്ളാന്? ഉറക്കം വരുന്നുണ്ട്. ഇവന്റെ വീട്ടില് എന്നെ പോലുള്ള ഏതെങ്കിലും കൂട്ടുകാരന്മാർ വന്നു കഴിയുമ്പോൾ മാത്രമുള്ളൂ ഇവന് ഈ ഉറക്കം, കിടത്തം, ഇവന്റെ മൂഡ് പോക്കല്. നിന്റെ മൂഡ് പോകുമ്പോ നീ ഇവിടെ തന്നെ ഇരിക്കുന്നത്, പിന്നെ നിന്റെ അങ്ങനെ മൂഡ് പോയിട്ടുള്ളത് ആലോചിക്കേ. ഇപ്പോഴാ എന്റെ നീ കളർ ചെയ്തിട്ടുണ്ടോ നിന്റെ താടിയിലും മുടിയിലൊക്കെ? ഇല്ല. പിന്നെ ഇത് ചുവന്നിരിക്കുന്നേ എനിക്കറിയത്തില്ല. കാൽസ്യക്കുറവായിരിക്കും ചേച്ചി, ഇവന് കാൽസ്യത്തിന്റെ കുറവാ. അത് ആ മുടി നരക്കുന്ന പോട്ടെ, ചെമ്പിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ എണ്ണ ആക്കാത്തല്ലേ ആയിരിക്കും. ആദ്യമേ കുളിക്കണം, കുളിച്ചാൽ മാത്രമേ ഇന്നത്തെ ആവുന്നത്. 24 മണിക്കൂർ ഞാൻ കുളിക്കും. 24 മണിക്കൂറും കുളിക്കാൻ നീ ഞാൻ കുളിക്കും. അല്ല 24 മണിക്കൂറും കുളിക്കാൻ നീ എന്ത് മറ്റേ ഇതാണോ, പബ്ലിക് ടോയ്ലറ്റിന്റെ മറ്റേ മീനാണോ കുളിക്കാൻ? 24 മണിക്കൂർ അത് കുളിച്ചോണ്ടിരിക്കും. ഈ പ്രൊഫഷണലായിട്ട് എന്താണ് പ്ലാന്? എന്തുവാ? അല്ല പ്രൊഫഷണലായിട്ട് എന്താണ് പ്ലാൻ ഉദ്ദേശിക്കുന്നത്? നീ ആരാ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വന്നാ മതി. പിന്നെ ഇന്റർവ്യൂ എടുക്കണ്ടേ? ഇത്രയും നാളുമായിട്ട് ഒരു കുണ്ടിയായിട്ട് നടക്കുന്നവനെ പിന്നെ ഇന്റർവ്യൂ എടുത്തില്ലെങ്കിൽ പിന്നെ അതെനിക്കൊരു ഭയങ്കര മോശമായിട്ട് വരത്തില്ലേ? എന്താ പറ, പ്രൊഫഷണലായിട്ട് നിനക്ക് എന്തോ ആകാൻ ആഗ്രഹം? നീ എന്നെ ഉണ്ണിക്കണ്ണനാക്കോളാ നീ.